1982 ശേഷം ആദ്യമായിട്ട് ഒരു ഫുൾ UDF ക്യാബിനറ്റ് ഒരുമിച്ച് അധികാരമേൽക്കുന്നു എന്ന പ്രത്യേകത സത്യപ്രതിജ്ഞാ ചടങ്ങിനുണ്ട്. മന്ത്രിമാർ എല്ലാവരും റെഡിയായി കഴിഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ പോലീസ് സന്നാഹം. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിന് മുമ്പിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ മറുവശത്ത്, അതായത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിൽ പങ്കെടുക്കാനെത്തുന്ന സാധാരണ ജനങ്ങളെ കയറ്റുന്ന ഗേറ്റിൽ ഇപ്പോൾ തന്നെ വലിയ ജനത്തിരക്കാണ്. വടക്കൻ കേരളത്തിൽ നിന്ന് അടക്കം കിട്ടുന്ന വണ്ടികളിലൊക്കെ, ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ കയറി നിരവധി ആളുകൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിൽ ഒരു UDFന്റെ മന്ത്രിസഭ അധികാരമേൽക്കുന്നു. 15 വർഷത്തിന് ശേഷം കേരളത്തിൽ ഒരു UDF സത്യപ്രതിജ്ഞ നടക്കുകയാണ്. സ്വാഭാവികമായും മുന്നണി പ്രവർത്തകർ അത്യാഹ്ലാദത്തിൽ, അത്യാവേശത്തിലാണ്. VD സതീശനും ടീമും അധികാരമേൽക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രോട്ടോകോൾ പാലിച്ചാണ് തമിഴ്നാട്ടിലൊക്കെ നടന്നതുപോലെയല്ല. വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണമായും പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സത്യപ്രതിജ്ഞ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഈ പന്തലിൽ അതിഥികളായിട്ടായിരിക്കും ഇരിക്കുക. നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് കവർ ചെയ്യാൻ മാതൃഭൂമി ന്യൂസ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള ഓരോ ആവേശവും ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ വിവിധ റിപ്പോർട്ടർമാർ തയ്യാറാണ്.